എഡ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററായിട്ടുള്ള മിത്രക ആയാതു എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. പ്രാതഃകാലേ മാമകഭവനം കോകില ആയാതു ഭവാൻ സമായാതു പ്രതിദിനമസ്മിൻ കദളീപത്രേ മിത്രക ഉപവിശതു. പ്രാതഃകാലേ മാമകഭവനം കോകില ആയാതു. പ്രാതഃകാലേ എന്ന് വെച്ചാൽ പ്രഭാതം. പ്രഭാതത്തിൽ മാമകഭവനം എൻ്റെ വീട്ടിലേക്ക് കോകില ആയാതു ഒരു കുട്ടി ഒരു കുയിലിനെ തൻ്റെ സുഹൃത്തായിട്ട് കണ്ടിട്ട് പറയാണ്, പ്രഭാതത്തിൽ എൻ്റെ വീട്ടിലേക്ക് നീ വരൂ, നീ വന്നാലും പിന്നോ ഭവാൻ സമായാതു, ഭവാൻ അല്ലയോ അങ്ങ് നീ വന്നാലും പ്രതിദിനം എന്ന് വെച്ചാൽ എന്താ, എല്ലാ ദിവസവും അസ്മിൻ എൻ്റെ കദളീപത്രം എന്താണ്, നമ്മുടെ വാഴ ഇല, പത്രം ഇല. അപ്പോൾ കദളീപത്രം വാഴയിലയിൽ മിത്രക ഉപവിശതു, മിത്രമേ നീ ഇരുന്നാലും. അരുണാരുണ നവരൂപം പശ്ചാൻ വിസ്മയമനുഭവതു നവനവസൂനേർ വിലസിത ഭൂമേ ലാവണ്യം സ്വദതാം. അപ്പോൾ കുട്ടി പ്രഭാതത്തിലെ കാര്യമാണ് പറയുന്നത്, കുയിലിനോടാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ആ പ്രഭാതത്തിൽ ഉദിച്ചു വരുന്ന ആ ഒരു സൂര്യൻ്റെ, അന്നത്തെ ദിവസം ആദ്യമായിട്ട് കാണുന്ന ആ ഒരു സൂര്യൻ്റെ രൂപം കണ്ടിട്ട് വിസ്മയമനുഭവതു, ആ സൂര്യനെ കണ്ടിട്ട് വിസ്മയമനുഭവതു, അതിശയം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. നവനവസൂനേർ വിലസിത ഭൂമേർ ലാവണ്യം സ്വദതാം. പലതരത്തിലുള്ള പല നിറത്തിലുള്ള ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി പൂക്കളും ഒക്കെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഈ ഭൂമി, ഇത്ര സുന്ദരമായിട്ടുള്ള ഈ ഭൂമി കണ്ടിട്ട് അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കൂ എന്നാണ് പറയുന്നത്. ആനന്ദാമൃത പൂരിത മനസാ കൗതുകമുപയാതു. ആനന്ദം, സന്തോഷം കൊണ്ട്, ഇതൊക്കെ കണ്ടിട്ട് സന്തോഷം കൊണ്ട് നിറഞ്ഞ മനസ്സുകൊണ്ട് കൗതുകം അനുഭവിക്കൂ. ഇതൊക്കെ കണ്ടിട്ട് ഈ പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളും കണ്ടിട്ട് കൗതുകം അനുഭവിക്കൂ എന്നാണ് കുയിലിനോട് കുട്ടി പറയുന്നത്. കുട്ടി കുയിലിന് ഈ പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുകയാണ്. സൂര്യൻ ഉദിച്ച് വരുന്നത്, അതുപോലെ തന്നെ പലതരത്തിലുള്ള പൂക്കൾ കൊണ്ട് ഈ ഭൂമി നിറഞ്ഞു നിൽക്കുന്നത്, ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് കുട്ടി കുയിലിനോട് പറയുകയാണ്, ഇതൊക്കെ കണ്ടിട്ട് ഈ സന്തോഷം കൊണ്ട് നീ കൗതുകം അനുഭവിക്കൂ, ആ സന്തോഷം നിന്നിലും എത്തട്ടെ എന്നാണ് കുട്ടി എന്ത് ചെയ്തത്, കുയിലിനോട് പറയുന്നത്. പിന്നെന്താ കുട്ടി പറയുന്നത്? താളസമേതം കളകളനിനദം ഗീതകമാലപതു കോകില ഗീതകമാലപതു. നിൻ്റെ നല്ല താളത്തിലുള്ളതും നല്ല കേൾക്കാൻ നല്ല സുന്ദരവുമായിട്ടുള്ള ആ പാട്ട്, ആ ഗീതം നീ ആലപിക്കൂ, നീ പാടൂ എന്നാണ് കുട്ടി കുയിലിനോട് പറയുന്നത്. താളസമേതം കളകളനിധനം ഗീതകമാലപതു. പിന്നെയും പറയാണ്, പ്രാതഃകാലേ മാമകഭവനം കോകിലായാതു ഭവാൻ സമായാതു. എല്ലാ ദിവസവും പ്രഭാതത്തിൽ എൻ്റെ വീട്ടിലേക്ക് അല്ലേ കുയിലേ നീ വന്നാലും എന്നാണ് കുട്ടി കുയിലിനോട് പറയുന്നത്. ഇനി അടുത്ത പദച്ഛേദം നോക്കാം. 1-2 വാക്കുകൾ ചേർന്നിട്ടുണ്ടായിരിക്കുന്ന ഒരു വലിയ വാക്കിനെ, അതിനെ നമ്മളിങ്ങനെ മുറിച്ച് പറയുന്നതാണ് പദച്ഛേദം എന്ന് പറയുന്നത്. ഇവിടുത്തെ പദച്ഛേദം ഏതാണ്? ഏത് വാക്കിനാണ് പദച്ഛേദം ചെയ്യുന്നത്? നവനവസൂനേർ വിലസിത ഭൂമേർ ലാവണ്യം. ഇതാണ് നമ്മുടെ വാക്ക്. അതിന് നമ്മൾ എങ്ങനെ പറയും?